ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ദോശയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മളെ വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, ആദ്യം തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അരി കുതിർത്ത് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചോറാണ് ചേർക്കുന്നത്. 1 കപ്പ് മുഴുവനില്ല, പകുതി മതി. ഇനി അതേ കപ്പിന് നിറയെ തേങ്ങയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് സവാള അരിഞ്ഞതാണ്. ഒരു ചെറിയ കഷ്ണം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ദോശ ചുട്ടെടുക്കാം. ഇനി ചട്നി തയ്യാറാക്കാനായിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഞാൻ ഗ്യാസിൻ്റെ അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 4-5 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഒരു ചെറിയ കഷ്ണം പുളി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും കൂടെ ചേർത്തുകൊണ്ട് നമുക്കിത് നന്നായി അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചട്നി ഉണ്ടാക്കുന്നത് ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ അരച്ചുണ്ടാക്കുന്ന ദോശയ്ക്ക് ഭയങ്കര ടേസ്റ്റാണിത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് താളിച്ച് ചേർക്കാനുണ്ട്. അതിനായിട്ട് കുറച്ച് കടുകും കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഞാനിത് താളിച്ച് ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചട്നി വളരെ നല്ല സ്വാദുള്ള ചട്നിയാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത ചട്നി കഴിക്കുന്നതിന് ഇടയിൽ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ വറ്റൽമുളക് ചേർത്തുകൊണ്ടുള്ള ചട്നിയും കഴിക്കാം. വളരെ നല്ല സ്വാദാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. അതിനായിട്ട് ഗ്യാസിലേക്ക് ഞാൻ ദോശക്കല്ല് വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ തടവി കൊടുക്കുകയാണ്. സാധാരണ വെളിച്ചെണ്ണയാണ് ഞാൻ തടവി കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ മാവ് ഇതിലേക്ക് നന്നായി പരത്തിയെടുത്ത് ദോശ ഉണ്ടാക്കാം. എത്രയും നൈസായി നമ്മൾ പരത്തി ദോശ ചുടുന്ന അത്രയും ടേസ്റ്റാണ്. മാത്രമല്ല ഇത് കുറച്ച് ക്രിസ്പായിട്ടിരുന്നാലും ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ചൂട് ചായയോടൊപ്പം കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കാരണം സവാളയുടെയും കറിവേപ്പിലയുടെയും ടേസ്റ്റ് തേങ്ങയും കൂടെ ചേരുമ്പോൾ നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ ദോശക്കല്ലിൽ നിന്ന് വിട്ട് വരും. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ദോശ ചുട്ടെടുക്കാനായിട്ട്. ഉഴുന്നൊന്നും ചേർക്കാത്ത ദോശ ആയതുകൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ ഉഴുന്ന് ദോശയും കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഇടയിൽ നീർദോശ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കാവുന്നതാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിന് കറിയൊന്നും വേണമെന്നില്ല. ചട്നി ഇല്ലാതെ തന്നെയും ഈ ദോശ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അത്രയ്ക്കും ടേസ്റ്റാണ്. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്. ഈ ഒരു ചേരുവ കൂട്ടി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇപ്പോൾ നമ്മുടെ ദോശയും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ദോശ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.